തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശബരിമല വിഷയം കാരണമായിട്ടില്ലെന്ന CPM നിലപാട് തള്ളി CPI. തിരിച്ചടിയുടെ ഒരു കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദമാണെന്ന് CPI നേതാവ് P. സന്തോഷ് കുമാർ MP മീഡിയയോട് പറഞ്ഞു. പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ ഏറ്റിട്ടുണ്ട്. അറസ്റ്റിലായ പത്മകുമാറിനെതിരെ CPM നേരത്തെ നടപടിയെടുത്തിരുന്നുവെങ്കിൽ നന്നാകുമായിരുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രചാരണം സമുദായ സൗഹാർദ്ദത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും സന്തോഷ് കുമാർ MP പറഞ്ഞു. മീഡിയ എക്സ്ക്ലൂസീവ്. അല്ല, CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് സെക്രട്ടേറിയറ്റ് അവരുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെങ്കിലും ചേർന്ന് ഇങ്ങനെ വളരെ കോൺക്രീറ്റ് ആയിട്ട് വിലയിരുത്തിയിട്ടുണ്ടോ എന്നത് എൻ്റെ ശ്രദ്ധയിലില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായി. ഗവൺമെന്റ് നടപ്പാക്കിയ കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഒക്കെ ഉള്ള ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് LDF പ്രതീക്ഷിച്ചിരുന്നു. ന്യായമായും ആ പ്രതീക്ഷയ്ക്ക് അർഹതയുണ്ട്. ഇത് ചുമ്മാ ഒരു പ്രതീക്ഷയല്ല. അതേസമയം അത് നടന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ ഞങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 11 ഘടകകക്ഷികൾ പിന്നെ മുന്നണി കൂട്ടായും ആ അന്വേഷണം നടത്തി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദോഷകരമായി ബാധിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് നമ്മളൊരു പരിശോധന നടത്തുമ്പോൾ ഒരു ഘടകം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം ആ ശബരിമല നിൽക്കുന്ന വാർഡിലെ ജനവിധി അല്ലെങ്കിൽ പന്തളം മുനിസിപ്പാലിറ്റിയിലെ ജനവിധി ഒക്കെ ഈ വാദത്തെ നിരാകരിക്കുന്നതാണ്. അവിടെയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒറ്റപ്പെട്ട കക്ഷിയായിട്ട് പന്തളത്തൊക്കെ വന്ന സാഹചര്യമുണ്ട്. അത് BJP ഭരണം പോയി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലയിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പോഴും LDF തന്നെയാണ് മേജർ ഫോഴ്സ്. ജില്ലാ പഞ്ചായത്തുകൾ ഈ 3ഇടത്തും അങ്ങനെയാണ്, പത്തനംതിട്ട ഒഴികെ. അതൊക്കെ ഇരിക്കുമ്പോഴും ജനമനസ്സിനകത്ത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നതിൽ അതൊരു പങ്ക് വഹിച്ചു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അന്വേഷണത്തിൽ ഗവൺമെന്റ് ഇടപെട്ടില്ല, ഭംഗിയായിട്ട് അന്വേഷണം നടക്കുന്നു. എന്നാൽ പോലും അത് കേരളത്തിൽ ഒരു വലിയ പ്രചരണ ആയുധമാക്കി മാറ്റുന്നതിന് UDF-ന് സാധിച്ചു. നമ്മുടെ ഈ പോറ്റിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈ നമ്മുടെ ലോക്സഭാ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയുടെ ഫോട്ടോയിലും ആ കാര്യത്തിൽ കൂടെ പോലെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടു, പോറ്റിയുടെ ഫോട്ടോ കണ്ടു. എന്തായാലും AI സൃഷ്ടിക്കുന്ന ഒരു കൃത്രിമമായ ഇമേജ് ഒന്നും അല്ലാതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രചരണം നല്ലതുപോലെ കേരളത്തിൽ ഏറ്റു എന്ന് പറയുന്നതാണ് ഒരു വസ്തുത. അതുപോലെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ചില ആശങ്കകൾ ഉളവാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. SIR നല്ലതുപോലെ വടക്കേ ഇന്ത്യയിൽ ബാധിച്ചു എന്ന് നമുക്കറിയാം. 65 ലക്ഷം വോട്ടർമാർ ബീഹാറിൽ വെട്ടിമാറ്റപ്പെട്ടു. അപ്പോൾ കേരളത്തിലും SIR വരുമ്പോൾ ഉണ്ടാകുന്ന ചില ആശങ്കകൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ, പിന്നെ ഒരുതരം സാമുദായിക ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ചില ആളുകളുടെ പ്രസ്താവനകൾ ഒക്കെ പല ഘടകങ്ങളാണ്. പിന്നെ ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര ഈ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഏതാണ്ട് പൂർണ്ണമായ ഐക്യത്തോടു കൂടിയാണ് LDF മത്സരിച്ചിരുന്നത് എന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ചെറിയ പിണക്കങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം അപൂർവം ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ അപൂർവം ചില പ്രദേശങ്ങളിൽ മാത്രമാണ് LDF-ലെ പ്രധാന കക്ഷികൾ തമ്മിലുള്ള മത്സരം പോലും ഉണ്ടായിരുന്നത്. അത് മുൻകാലത്തേക്കാൾ അപേക്ഷിച്ച് കുറവാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഇതൊക്കെ ആയിട്ടും പരാജയം ഉണ്ടായി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ നന്നായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് 56 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും LDF-ന് നല്ല ഭൂരിപക്ഷമുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇതിനെ അതിജീവിക്കും. അത് ഉറപ്പായൊരു കാര്യമാണ്.